ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറഞ്ഞത് മരണഭയമാണ്. സത്യം ഞാൻ മനസ്സിലാക്കിയത് ഒരു താലിബന്ധം മുറിയാതെ നോക്കാനുള്ള ഒരു കർമ്മശക്തിയാണ് അമ്മ കാക്കണം. പക്ഷെ എന്തുകൊണ്ട് അവർ ആരാധിക്കപ്പെടുന്നു ഇപ്പോഴും? ഇന്ന് എല്ലാവരും പറയണത് ലഹരിക്ക് വേണ്ടിയാണ് പോണതെന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ ലഹരിയാണ് ആത്മീയത എന്ന് അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞത്. അന്ന് അവരത് പോകുമ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരവരെ ബലി അടക്കം നടത്തി 16 അടിയന്തരം നടത്തിയിട്ട് അവർ പോവുക. കാരണം റോജിയുടെ ദോഷം മാറ്റിയാൽ അത് എന്തുകൊണ്ട് വന്ന് എന്നൊരു ചോദ്യമുണ്ട്. കാരണം അവർ 41 ദിവസം 21 ദിവസം വ്രതം എടുക്കണ്ടെങ്കിൽ, ഈ പ്രായത്തിൽ അത് വ്രതം എടുക്കണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം പോകുന്നത്. ഇന്ന് എല്ലാവർക്കും സാമ്പത്തികമുണ്ട്, അതിനേക്കാൾ കൂടുതൽ ജീവിതം മെച്ചം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ഇതിന് വിശ്വസിക്കുന്നില്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ഇറക്കുന്നുണ്ട്. അത് ചെറുപ്പക്കാർ പിള്ളേരാണ്, മുതിർന്ന ആൾക്കാരല്ല. ഇന്ന് എല്ലാം അറിയുന്ന അവരെന്തുകൊണ്ട് ഡിവോഴ്സ് ആവണം? കാരണം 6-7 വർഷമൊക്കെ അവർ പ്രേമിക്കുമ്പോൾ പിരിയാൻ പറ്റില്ല. അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട. പക്ഷേ ഒരു വിവാഹം കഴിച്ച 2 ആഴ്ച കഴിഞ്ഞാൽ അവർ തല്ലുപിടുത്തം തുടങ്ങും. കാരണം അവർക്ക് നല്ലൊരു ജീവിതം ഇല്ലാത്ത, പ്രത്യേകിച്ച് പറയുന്ന ഒരു കുടുംബജീവിതം, നല്ലൊരു ശാരീരിക ജീവിതം ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഇല്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള എനർജി ഒന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റും. എന്നെ സംബന്ധിച്ച് നിസ്സാരമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരാളാണ്. കാരണം ഞാനത് വർഷങ്ങളായിട്ട് കാണാൻ, അത് മാറ്റാൻ പല കുടുംബങ്ങളിൽ പെട്ട ആൾക്കാർ നേരിട്ട് എന്നോടും എൻ്റെ ഫാമിലിയോട് നേരിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും അതേപോലെയാണ് കാണുന്നത്. റോജി നേരിട്ട് കണ്ട ഒരാളാണ് അല്ലേ. അതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവിടെ സ്ത്രീകളെക്കാൾ കൂടുതൽ വന്ന പുരുഷന്മാരാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു പുരുഷൻ ഇന്നൊരു ക്ഷേത്രത്തിൽ കയറി വരണമെങ്കിൽ അത് നമുക്ക് അത്ഭുതം എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഒരു ദിവസമുണ്ട്. എല്ലാവരോടും കയറിയിരിക്കുമ്പോൾ ഞാൻ തന്നെ പറയും, നിങ്ങൾക്ക് ഒരു ദിവസം മുടങ്ങിക്കൂടെ? വേണം, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എവിടെ നിന്ന് കിട്ടില്ല. അവസാനം ഞാൻ 7 മണിക്ക് അവരെ ഇറക്കി വിടുമ്പോൾ അവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സങ്കടമുണ്ട് കേട്ടോ അവിടെ പോയി സമയത്ത് പോകാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിലേക്ക് വരണേ. ഇപ്പോൾ റോജി പറഞ്ഞ പോലെ പൂജ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചത്, പൂജ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങായിരിക്കാം. ഞാൻ ഇതിനെ എതിർത്തിട്ട് പറയണതല്ല. സത്യത്തിൽ എൻ്റെ അറിവിൽ ഇവരാരും ദൈവമായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല, കാണില്ല. കാരണം കഴിവുള്ള കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ കർമ്മശക്തികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കർമ്മശക്തികളാണെന്ന് പറയുന്നതിൻ്റെ തെളിവും അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആലോചിക്കും എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, അന്നുള്ള എല്ലാ ദേവന്മാരുടെ പേരുകളും നമ്മുടെ മക്കൾക്ക് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യപ്പനെന്നും ഗണപതിയെന്നും ശിവനെന്നും പാർവതിയെന്നും ലക്ഷ്മിയെന്നും സുബ്രഹ്മണ്യനെന്നും ഒക്കെ പേര് അന്നത്തെ അവർ നമ്മുടെ മക്കൾക്ക് കാരണവന്മാർ ഇട്ടത് ഇവർ ദൈവ അല്ല, കർമ്മശക്തിയുള്ള ആൾക്കാരതിൻ്റെ പേരിൽ മാത്രമാണ്. അപ്പോൾ ആ കർമ്മശക്തി, ഇപ്പോൾ ഒരാൾക്ക് അയ്യപ്പനാണ് ഇഷ്ടമാണെങ്കിൽ അദ്ദേഹത്തിന് ജനിക്കുന്ന മകന് അയ്യപ്പൻ്റെ പേരിടും. കാരണം എന്താ? അയ്യപ്പൻ്റെ അനുഗ്രഹം എൻ്റെ മകന് ഉണ്ടാവണം എന്ന് വിശ്വസിച്ചിട്ടാണ്. അയ്യപ്പൻ ദൈവമായിരുന്നുവെങ്കിൽ ഒരിക്കലും അയ്യപ്പൻ്റെ പേരൊന്നും പറഞ്ഞിട്ട് ഇടാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അന്നുണ്ടായിരുന്ന എല്ലാ പേരുകളും തന്നെ ഇവർ ദൈവമല്ല, ഇവർ കർമ്മശക്തിയുള്ള മനുഷ്യരാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി മാത്രം ചെയ്ത് ആദ്യത്തെ ഒരു ഘടകം അതായിരുന്നു. പക്ഷേ ഇന്ന് ആ പേരുകളൊന്നും ഇല്ലാണ്ടായി. ആ പേരുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇവർ മെല്ലെ ഇവർ ദൈവങ്ങളായിട്ട് മാറി. ഇവരെ പൂജിച്ചാൽ മാത്രമേ നമ്മുടെ ദുരിതം മാറുന്നതായി. പക്ഷേ എൻ്റെ അറിവിൽ അവരനുഭവിച്ച ദുരിതത്തിൻ്റെ 10% ഇന്നത്തെ ജനങ്ങൾ അനുഭവിക്കില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓരോ ദേവചൈതന്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത്. പക്ഷെ എന്തുകൊണ്ട് അവർ ആരാധിക്കപ്പെടുന്നു ഇപ്പോഴും? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അവരെന്തുകൊണ്ടാണ് ആരാധിക്കപ്പെടുന്നത്? ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ അയ്യപ്പൻ, നമുക്കൊക്കെ വിരലിലുണ്ടാവുന്ന ദേവന്മാരുള്ളൂ, ദേവശക്തി അല്ലെങ്കിൽ കർമ്മശക്തികളുള്ളൂ. എൻ്റെ അറിവിൽ അയ്യപ്പനായാലും ഗണപതി ആയാലും സുബ്രഹ്മണ്യനായാലും ഈ ചൈതന്യങ്ങളൊക്കെ ഇവർ ഓരോരോ കർമ്മരീതിയാണ് ചെയ്യണം. എല്ലാവർക്കും എല്ലാ കർമ്മം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ മാത്രം മതിയല്ലോ. ഇപ്പോൾ കൊടുങ്ങല്ലൂരമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ ഏറ്റവും വലിയൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത് ഒരു താലിബന്ധം മുറിയാതെ നോക്കാനുള്ള ഒരു കർമ്മശക്തിയാണ് അമ്മ കാക്കണേ. അതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അവിടെ അഭയം പ്രാപിക്കുന്നത്. എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെന്നാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് അല്ലെ ദോഷകാര്യങ്ങൾ അവിടെ പുറത്തിറങ്ങിയാൽ അതിന് പിടിച്ചു കെട്ടാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പഴയ കാരണവന്മാർ പറയുന്നത് സ്ത്രീകൾ അവിടെ പോകരുത്. അല്ലാതെ ഒരിക്കലും ആ ഒരു പീരീഡ്സ് അതിൻ്റെ പേരിലല്ല. അവരവിടെ പോയി കഴിഞ്ഞപ്പോൾ റോജി കണ്ട പോലെ ഇപ്പോൾ എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ട് അവർ വയലൻ്റ് ആവണം. ഇതുപോലെ ശബരിമലയിൽ പോയി ഒരു സ്ത്രീകൾ വയലൻ്റ് ആവുകയാണെങ്കിൽ ആരും അവരെ പിടിച്ചു പോകും. ഒരാളെ കൊണ്ട് അവർക്ക് പിടിക്കാൻ പറ്റില്ല. ശരിയല്ലേ? അവിടെ നിന്ന് ഇരിക്കണ അവിടുത്തെ വേണ്ടപ്പെട്ട ഒരാളും വന്നിട്ട് ഇവർ നോക്കിയില്ല. അദ്ദേഹം അവിടെ ഇരിക്കണ അദ്ദേഹത്തിൻ്റെ കർമ്മമായ രീതിയിൽ പൂജ നടത്താൻ അദ്ദേഹത്തിന് അറിയുള്ളൂ. വന്ന് നിൽക്കുന്ന ആളൊരു വയലൻ്റ് ആകുമ്പോൾ ചെയ്യാൻ പറ്റും. വന്ന് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ വയലൻ്റ് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമ്മുടെ കാരണന്മാർ പറഞ്ഞു വെക്കുന്നത്
അല്ലെങ്കിൽ അവർ കർമ്മമുള്ളവർ പറഞ്ഞു കൃത്യമായി അതിന് കഴിവുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ അവിടെ അമ്മയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. എല്ലാവരും അമ്മയ്ക്ക് സ്ഥാനം തുല്യമാണ്. അയ്യപ്പനെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഭയക്കുന്നതും അല്ലെങ്കിൽ ഇതിന്റെ കാരണം അതാണ്, ബേസ് അതാണ്. പക്ഷെ ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ദോഷം മാറ്റാൻ പറ്റും, പക്ഷെ രണ്ടാമത് വരാണ്ടിരിക്കണമെങ്കിൽ അതിനുള്ള കഴിവുണ്ടാവണം, ചെയ്തു കൊടുക്കാൻ പറ്റും. അത് ആരും ചെയ്യാറില്ല. ഇപ്പോൾ റോജിയുടെ ദോഷം എനിക്ക് മാറ്റാം, അത് നാളെ റോജിക്ക് വേറെ ദോഷം വരില്ല എന്ന് ഉറപ്പ് പറയാൻ ചിലർക്ക് പറ്റില്ല, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം റോജിയുടെ ദോഷം മാറ്റിയാൽ അത് എന്തുകൊണ്ട് വന്ന് എന്നൊരു ചോദ്യമുണ്ട്. ശരിയാണ്. ആ ചോദ്യം ആരും ചോദിക്കാറില്ല. നിങ്ങളുടെ ദോഷം മാറിയിട്ടുണ്ട്, നിങ്ങൾ എവിടെ പോയി നോക്കുക, മാറിയിട്ടും ഉണ്ടാവുമായിരിക്കാം. വേറൊരു ദോഷം വന്നാൽ ആ ദോഷമല്ല വേറൊരു ദോഷം എന്ന് പറയും, പിന്നെ അതിനെ മാറ്റി വേറൊരു ദോഷം എന്ന് പറയും. ഇതല്ല ശരിക്കും ചെയ്യേണ്ട എൻ്റെ അറിവിൽ. റോജിയുടെ ദോഷം ഞാൻ റോജിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതാണല്ലോ പ്രേക്ഷകർക്ക് പലപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യം പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യം. തീർച്ചയായിട്ടും വളരെ ചെറിയ ചോദ്യങ്ങളാണ്, പക്ഷെ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് ക്വസ്റ്റ്യനായിട്ട് പലപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ രാജീവേട്ടൻ്റെ കയ്യിൽ നിന്ന് അത് കൃത്യമായി നിങ്ങൾക്ക് അതിന് വേണ്ടി ഉത്തരം കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ റോജിക്കാണ് ഒരു പ്രശ്നമായിട്ട് റോജി എൻ്റെ അടുത്ത് വന്നു. റോജിയുടെ ദോഷം ഞാൻ മാറ്റി. റോജി അവിടെ കിടന്ന് വയലൻ്റ് ആവേ എന്തായിട്ട് മാറി. റോജി പറഞ്ഞു എനിക്കത് മാറി, അതുകൊണ്ട് എൻ്റെ കർമ്മകാര്യങ്ങൾ തീരുന്നില്ല. അത് തീർന്ന് ഞാൻ പറഞ്ഞ് വിട്ടയക്കുമ്പോഴാണ് വീണ്ടും പ്രശ്നമുണ്ടാവുന്നത്. വേറൊരു കാര്യം റോജിക്ക് അത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റോജി അത് റോജിനെ പോലെ ഒരാളും ചോദിക്കില്ല, അല്ലെങ്കിൽ ആരും ചോദിക്കില്ല. അപ്പം ഞാൻ അവരോട് പറയും ഇത് എന്തുകൊണ്ട് വന്നെന്ന് നിങ്ങൾക്ക് അറിയണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ അത് ചിലർ അറിയണ്ടെന്ന് പറയും. ഞാൻ പറയും അത് അറിയണം, നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണ് ഈ നെഗറ്റീവ് കാര്യം നിങ്ങളുടെ അടുത്ത് വന്നത്. അതെ, ശരിയാണ്. ആ പോസിറ്റീവ് എനർജി നെഗറ്റീവ് മാറ്റി ആ പോസിറ്റീവ് എനർജിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ 10 തലമുറയ്ക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു എനർജി വരില്ല, തിരിച്ചു വരില്ല. അദ്ദേഹത്തിന് ഒറ്റ ആൾ മതി ആ കുടുംബപരമായി നിൽക്കുന്ന എല്ലാവരും ബുദ്ധിമുട്ട് മാറ്റാൻ അദ്ദേഹത്തിന് കഴിവുണ്ടാക്കി കൊടുക്കും. അപ്പോൾ എന്നെ കാണാൻ പിന്നെ ആരും വരരുത്. ഇത് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ട അവസ്ഥ വരും. കാരണം ഇപ്പോൾ ഇന്ന് കേരളത്തിൽ പല ക്ഷേത്രങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ 2 ക്ഷേത്രങ്ങളുള്ളൂ, ഒന്ന് കുടുംബക്ഷേത്രം, ഒന്ന് ദേശക്ഷേത്രം. ഒരിക്കലും ദേശക്ഷേത്രങ്ങളിൽ ഈ കർമ്മം നടക്കില്ല. ചോറ്റാനിക്കര, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ ക്ഷേത്രങ്ങൾ പോലുള്ള മഹാക്ഷേത്രങ്ങൾ ദേശക്ഷേത്രങ്ങളാണ്. ആ ദേശക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേശക്കാർക്ക് ആർക്ക് വേണമെങ്കിൽ പോവാം. അവിടെ കർമ്മം നടത്തില്ല, അവിടെ നടക്കില്ല. അവിടെ അമ്മേനെ പൂജിക്കുക അല്ലെങ്കിൽ ദേവിനെ പൂജിച്ചാൽ തൊഴുത്ത് ഇറങ്ങി പോരാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ സങ്കടങ്ങൾ പറയാം. പക്ഷെ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. പഴയ കാലത്ത് കുടുംബക്ഷേത്രങ്ങളിൽ കർമ്മം നടത്തും. അതായത് ഇപ്പോൾ എൻ്റെ കുടുംബത്തിലാണ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വിട്ട ഒരു കാരണവർ ഇത്തരം ചടങ്ങുകളെല്ലാം ചെയ്ത് ഈ ബുദ്ധിമുട്ടെല്ലാനോ അദ്ദേഹം സ്വീകരിച്ച് ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ആ ദുരിതങ്ങളെല്ലാം മാറിന്ന് ബോധ്യപ്പെട്ട ഇദ്ദേഹം പോയിട്ട് മാത്രമേ ആ ക്ഷേത്രത്തിൽ കയറാൻ പാടുള്ളായിരുന്നു. ദേശക്ഷേത്രത്തിൽ അദ്ദേഹം ഈ കർമ്മകാര്യങ്ങൾ അവിടെ അമ്മേനെ കർമ്മ ഏൽപ്പിച്ച് പോണ ചടങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്ഷേത്രം നടക്കുന്ന ഒരേ ഒരു ചടങ്ങ് ശബരിമല മാത്രമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് 18 മലയ്ക്ക് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞത്. ഓരോ മലയ്ക്കും പോയിട്ട് അതുപോലുള്ള ലക്ഷക്കണക്കിന് കർമ്മസ്ഥാനം കിട്ടിയ ആൾക്കാർ അവിടെ പോയി കർമ്മം ചെയ്ത് കെട്ടിപ്പോരും. അന്ന് അവരത് പോകുമ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരവരെ ബലി അടക്കം നടത്തി 16 അടിയന്തരം നടത്തിയിട്ട് അവർ പോവുക, മരണച്ചടങ്ങ് നടത്തിയിട്ട് പോകും. കാരണം തിരിച്ചു വരില്ല എന്ന് ഉറപ്പാണ്. കാരണം ഈ കൊണ്ടുപോകുന്ന ദോഷം ചിലപ്പോൾ വഴിയിൽ അദ്ദേഹത്തിന് ഇല്ലായ്മ പോലും ചെയ്യാൻ കഴിവുണ്ടാവും. റോജി നേരിട്ട് കണ്ടതാണ്, ഞാൻ പല കാര്യങ്ങളും റോജി നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ആ കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം ശബരിമലയ്ക്ക് പോകണം. ഇന്ന് അങ്ങനെയല്ല ക്ഷേത്രങ്ങൾ. ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുപാട് ചെറുപ്പക്കാർ പോകുന്നുണ്ട്. പോകുന്നതിൻ്റെ കാരണം എന്താ? അന്ന് ആ കാരണവന്മാർ ചെയ്തതുപോലുള്ള കഴിവ് ഇന്ന് പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടികൾ ഇന്ന് പോണത്. കാരണം അവർ 41 ദിവസം 21 ദിവസം വ്രതം എടുക്കണ്ടെങ്കിൽ, ഈ പ്രായത്തിൽ അത് വ്രതം എടുക്കണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം പോണത്, അവർ ഷോക്കി പോണതല്ല. അവർക്ക് ആരോടും പറയാൻ പറ്റില്ല. എൻ്റെ അറിവിൽ ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറഞ്ഞത് മരണഭയമാണ്. ഇന്ന് കേരളത്തിൽ 90% ആൾക്കാരുടെ ഉള്ളിൽ ഈ ഭയമുണ്ട്. ഞാൻ മരിക്കാൻ പോകുന്നു, ഞാൻ ഇപ്പോൾ മരിക്കും. ഈ അവസ്ഥ ഒഴിവാക്കാൻ പലർക്കും കഴിയില്ല. മെഡിസിൻ കഴിച്ച് ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ആ അവസ്ഥയാണ് ഏറ്റവും ഭീകരമായ അവസ്ഥ. നമ്മൾ ഇരുന്നിരിപ്പിൽ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ ചിന്ത ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ദോഷം അത് തന്നെയാണ്. ഒരു മനുഷ്യൻ നോർമലായിട്ട് ഇരുന്നിട്ട് അവൻ ഇപ്പം മരിക്കും എന്നും പറഞ്ഞ് ചിന്തിക്കണ ഒരു അവസ്ഥ, അത് ഭൂമിയിലെ ഏറ്റവും വലിയ ദോഷമാണ്. അത് വരാൻ കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ കഴിവുള്ളത് കൊണ്ടായിരിക്കാം. ആ കഴിവുള്ളത് കൊണ്ട് അത്രയും വലിയ ദോഷം അദ്ദേഹത്തിന് വരുന്നത്. പക്ഷെ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കണ്ടെത്തി ഒഴിവാക്കി കൃത്യമായ കർമ്മം കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ജനറേഷൻ തെറ്റിലേക്ക് പോവില്ല. ഇന്ന് എല്ലാവരും പറയണത് ലഹരിക്ക് വേണ്ടിയാണ് പോണതെന്ന് പറയണത്.
ഏറ്റവും വലിയ ലഹരിയാണ് ആത്മീയത എന്നും അല്ലെങ്കിൽ വിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ. അതിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഇതിനെതിർക്കുന്നത്, നിരീശ്വരവാദികളാവുന്നത്. ഇപ്പോൾ എന്നോട് ഒരാൾ വന്നൊരു കാര്യം ചോദിച്ചാൽ ഞാനത് പറയാൻ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയാത്തൊരു ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലായില്ലെങ്കിൽ അവർ പുറത്തിറങ്ങിയിട്ട് തന്നെ ചീത്ത പറഞ്ഞാൽ പോവുക. ആ സമയത്ത് അവരൊരു കാര്യം എന്നോട് ചോദിച്ചു, ബ്രോജി എന്നോട് ചോദിച്ചു ഒരു കാര്യം എന്തുകൊണ്ട് വരണേ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് ഉത്തരം ഞാൻ തന്നാൽ അവരെ വിശ്വസിക്കാൻ 10 മിനിറ്റ് മതി. ഇപ്പം എൻ്റെ ക്ഷേത്രത്തിൽ വന്ന ആൾക്കാരെല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ വിശ്വസിക്കാത്ത ആൾക്കാരെ വന്നത്. ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ അത്രയും തിരക്കുള്ളത് റോജി നേരിട്ട് കണ്ട ഒരാളാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ആണുങ്ങളെന്ന് പറയാൻ കാരണം അവരാണ് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദി. ഇത് തട്ടിപ്പാണെന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ ആണുങ്ങളാണ്. പക്ഷെ ആ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കാരണം അവരെ അനുഭവം കൊടുത്തുകൊണ്ട് മാത്രമാണ്.